നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അണക്കെട്ട് പൊട്ടും, എന്നാൽ പൊട്ടില്ല. ഈ വാദം കേട്ട് തുടങ്ങിയിട്ട് തന്നെ വർഷങ്ങളായി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സുരക്ഷിതമാണെന്ന് സ്ഥാപിക്കാൻ തമിഴ്നാട് ഉന്നയിക്കുന്ന വാദങ്ങളും അതിനുള്ള കേരളത്തിന്റെ മറുപടിയും നമ്മൾ കേട്ടുകഴിഞ്ഞു. 100 വർഷത്തിലേറെ പഴക്കമുള്ള 37 അണക്കെട്ടുകൾ ഇപ്പോഴും പ്രവർത്തിക്കവേ പ്രായമേറിയതെന്ന കാരണം കൊണ്ട് മുല്ലപ്പെരിയാർ സുരക്ഷിതമല്ലെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഒരുപാട് പ്രത്യേകതയുള്ള മുല്ലപ്പെരിയാറിനെ മറ്റ് അണക്കെട്ടുകളുമായി താരതമ്യം ചെയ്യുന്നത് തന്നെ വിഡിത്തമാണ്. കേവലം 50 വർഷത്തെ ആയുസ് മാത്രം പ്രതീക്ഷിച്ച് നിർമ്മിച്ച ഡാം 128 വർഷങ്ങൾ പിന്നിട്ട് കേരളത്തെ ഒന്നാകെ ഇല്ലാതാക്കാൻ തക്ക പ്രഹരശേഷിയുള്ള ജലബോംബായി നിൽക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ച ആശങ്ക കാലാവധി കഴിഞ്ഞ അണക്കെട്ടിന്റെ താഴത്തെ പ്രദേശത്ത് താമസിക്കുന്ന 5 ലക്ഷം ജനങ്ങളാണ്. പുതിയ അണക്കെട്ട് നിർമ്മിക്കാമെന്ന് കേരളം പറയുമ്പോൾ തമിഴ്നാട് ഇടയുന്നതിന് കാരണമുണ്ട്. ലോകത്തെ പഴക്കമേറിയതും ഏറ്റവും ഉയരമുള്ളതുമായ ഗ്രാവിറ്റി ഡാമാണിത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1887 നിർമ്മാണം ആരംഭിക്കുകയും 1896 പൂർത്തിയാകുകയും ചെയ്ത ഡാം വിശാഖം തിരുനാൾ മഹാരാജാവിനെ സമ്മർദ്ദത്തിലാക്കി തമിഴ്നാടിന് വേണ്ടി ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ്. തമിഴ്നാടിന്റെ വരൾച്ച ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ ഡാം നിർമ്മിച്ചത്. മുല്ലയാറും പെരിയാറും സംഗമിച്ച് ഒറ്റ നദിയായി തീരുന്നു. ഈ നദിയിൽ ഡാം കെട്ടി വൈഗാ നദിയിലേക്ക് ഒഴുക്കിവിടാനായിരുന്നു പ്ലാൻ. മുല്ലപ്പെരിയാറിൽ അണക്കെട്ട് നിർമ്മിക്കാനും ജലം സംഭരിക്കാനും ടണൽ വഴി വെള്ളം കൊണ്ടുപോകാനുമായി 8000 ഏക്കർ വനഭൂമി പാട്ടക്കരാർ അനുസരിച്ച് കേരളം തമിഴ്നാടിന് വിട്ടുകൊടുത്തു. 999 വർഷത്തേക്കാണ് കരാർ ഒപ്പിട്ടത്. നിരാശനായ വിശാഖം തിരുനാൾ മഹാരാജാവ് തന്റെ ഹൃദയ രക്തം കൊണ്ടാണ് ആ കരാറിൽ ഒപ്പിട്ടതെന്നാണ് പിന്നീട് രേഖപ്പെടുത്തിയത്. ബ്രിട്ടീഷുകാരനായ എഞ്ചിനീയർ ക്യാപ്റ്റൻ ജോൺ പെന്നിക്വിക് ആണ് നിർമ്മാണ മേൽനോട്ടം വഹിച്ചത്. പിൽക്കാലത്ത് ഡാമിന്റെ സമീപം പെന്നിക്വിക്കിന്റെ പ്രതിമ സ്ഥാപിച്ചു. അക്കാലത്ത് ഇന്ത്യയിൽ സിമന്റ് ഫാക്ടറികളോ സിമന്റിന്റെ ഉപയോഗമോ ഇല്ലായിരുന്നു. മണലും കുമ്മായവും ചേർത്ത സുർക്കി എന്ന മിശ്രിതമാണ് ഡാം നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. കരിങ്കല്ലും സുർക്കി മിശ്രിതവും മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച ഏറ്റവും വലിയ ഡാമാണ് മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ ഡാമിന് 3 ഭാഗങ്ങളുണ്ട്. പ്രധാന ഡാമിന് 1200 അടി നീളമുണ്ട്. ഇരുവശങ്ങളിലായി സ്പിൽവേയും ബേബി ഡാമുമുണ്ട്. 2018 പ്രളയത്തിൽ ഡാം നിറയുകയും 13 സ്പിൽവേകൾ തുറക്കുകയും ചെയ്തു. 144 അടിയായി ഡാമിലെ ജലനിരപ്പ് നിജപ്പെടുത്തിയിരുന്നു. സുപ്രീം കോടതി വരെ നീണ്ട തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും തർക്കത്തിന് ഒടുവിൽ ജലനിരപ്പ് ഉയർത്താൻ സുപ്രീം കോടതി അനുവാദം നൽകി. അതിനുശേഷമാണ് കാട്ടുകല്ലുകളും മറ്റും ഉപയോഗിച്ച് ബേബി ഡാം നിർമ്മിച്ചത്. അതിനോട് ചേർന്ന് മൺകൂന കൊണ്ട് കെട്ടി ഉയർത്തിയ എർത്ത് ഡാമുമുണ്ട്. കാലപ്പഴക്കം കൊണ്ട് സുർക്കി മിശ്രിതം ഒലിച്ചു പോകുകയും ഡാമിന് വൻ ഭീഷണി ഉണ്ടാവുകയും ചെയ്തു. കൂടാതെ പരിസ്ഥിതി ലോല പ്രദേശമായ മുല്ലപ്പെരിയാർ മേഖല ഭൂകമ്പാതീത മേഖല കൂടിയാണ്. അനേകം തവണ ചെറിയ ഭൂചലനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മേഘവിസ്ഫോടനം കൊണ്ടോ പ്രളയം കൊണ്ടോ ബലക്ഷയം കൊണ്ടോ ഡാം തകരാൻ സാധ്യതയുണ്ടെന്ന് ജനങ്ങൾ ഭയപ്പെടുന്നു. ഡാം പൊട്ടിയാൽ അതിന്റെ ആഘാതം താങ്ങാൻ കേരളത്തിന് കഴിയില്ല. കുത്തി ഒലിച്ചു വരുന്ന വെള്ളവും വൃക്ഷങ്ങളും തകരുന്ന കെട്ടിടാവശിഷ്ടങ്ങളും ഇടുക്കി ഡാമിലെത്താൻ 45 മിനിറ്റ് മതിയാകും. ജലപ്രവാഹത്തിൽ എല്ലാം നശിക്കും. ഇടുക്കി ഡാമിലെത്തുന്ന ഈ ജലവും മറ്റ് ഡാമിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഇടുക്കി ഡാം കൂടി തകർന്നാൽ കേരളത്തിലെ 6 ജില്ലകൾ ചെളിക്കുണ്ടായി മാറും. 3 നില കെട്ടിടത്തിന്റെ അത്ര പൊക്കത്തിൽ ചെളി നിറയുകയും കേരളം 3 ഭാഗമായി വിഭജിക്കപ്പെടുകയും ചെയ്യും. ഒരു ദുരന്തമുണ്ടായാൽ കുറഞ്ഞത് 35 ലക്ഷം മനുഷ്യരുടെ ജീവനും അവരുടെ സകല സമ്പത്തും നഷ്ടമാകും. ജീവിച്ചിരിക്കുന്ന ജനങ്ങൾ പകർച്ചവ്യാധികൾ കൊണ്ടും പട്ടിണി കൊണ്ടും നരകിക്കും. വിദഗ്ധരായ പലരും ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയും പ്രതിവിധികൾ കാണണമെന്ന് നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. കേരളം പലതവണ സുപ്രീം കോടതിയിൽ പോയിട്ടും തമിഴ്നാടിന് അനുകൂലമായിട്ടുള്ള വിധികളാണ് വന്നിട്ടുള്ളത്. കേരളത്തിന്റെ 8000 ഏക്കർ ഭൂമി പാട്ട വ്യവസ്ഥയിലെടുത്ത വകയിൽ നമുക്ക് കിട്ടുന്നത് നാമമാത്രമായ പണം മാത്രമാണ്. ഇവിടെ നിന്നും വെള്ളം കൊണ്ടുപോയി ജലസേചനം നടത്തി കൃഷി ചെയ്തും വൈദ്യുതി ഉണ്ടാക്കിയും തമിഴ്നാട് കോടാനുകോടി രൂപയുണ്ടാക്കുന്നു. ഇവിടെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആദി പിടിച്ച് ജീവിക്കുന്നത് ലക്ഷക്കണക്കിന് മനുഷ്യരാണ്. ഒരു ജനതയെ മരണഭയത്തിന്റെ മുൾമുനയിൽ നിർത്താതെ പുതിയ ഡാം കെട്ടുകയോ നിലവിലുള്ള ഡാം ബലപ്പെടുത്തുകയോ ചെയ്യുന്നതിൽ ഒട്ടും അമാന്തമരുത്.